ചെയ്യുന്ന എനിക്കൊരു ഔചിത്യം. ഏതാണ്ട് 2 വർഷമായിട്ട് നേരത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞതുപോലെ പൊതുപരിപാടികളിൽ ഞാൻ പങ്കെടുക്കാറില്ല. പ്രായപ്രശ്നം, ആരോഗ്യ പ്രശ്നം, കോവിഡ് പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടും അതെല്ലാം മാറി നിൽക്കാനാണ് പതിവ്. പല പരിപാടികൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഓൺലൈനായിട്ടാണ് ചെയ്തു കൊടുക്കാറ്. അതാണ് മറ്റ് അവസരങ്ങളിലെ മുൻകാലങ്ങളിലെല്ലാം പല സ്ഥലങ്ങളിലും പോയി സംസാരിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അത് സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. സമ്പർക്കം നമ്മളിപ്പോൾ ഓൺലൈനിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളൊക്കെ വന്ന് സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. എത്രയായാലും ആ സ്കൂൾ ബന്ധം, സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമ്പ്രദായം എത്ര ഓൺലൈനിലേക്ക് പോയാലും എനിക്ക് തോന്നുന്നില്ല. ഈ അവസരത്തിൽ ഈ പശ്ചിമ ഘട്ടത്തെപ്പറ്റി, ഈ പരിസ്ഥിതി കാര്യങ്ങളെപ്പറ്റി എല്ലാം ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു മഹാകവി നാരായണൻ നായർ എഴുതിയിട്ടുള്ള കേരളം വളരുന്നു എന്ന കവിതയുണ്ട്. ഒരു 8 ഭാഗമായിട്ട് വന്നാണ്, ആദ്യമായിട്ട് ഒരു ഒന്നാണ്. കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കയറിയും കിടന്നു അന്യമാൻ രാജ്യങ്ങളിൽ എന്ന് അദ്ദേഹം 60കളിൽ എഴുതിയതാണ്. അത് വളരെ യാഥാർത്ഥ്യമാവുകയും ചെയ്യും. പശ്ചിമഘട്ടത്തെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആദ്യം നമ്മൾ ഓർക്കുന്നത് മാധവ് ഗാഡ്ഗിലിനെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ആത്മകഥ എത്ര പേര് വായിക്കുമെന്ന് എനിക്കറിയില്ല. മാധവ് വായിച്ചപ്പോൾ ഖണ്ഡസ്യ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് സൂക്ഷ്മമായി വായിച്ചിട്ട് ഒരു അവലോകനം ഉണ്ടായിട്ടുള്ളൂ, ഒറ്റ വായന ഉണ്ടായിട്ടുള്ളൂ. സാഹിത്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമെടുക്കുന്നതുകൊണ്ട് ഇത്തരം മേഖലകളിൽ എനിക്ക് ഭാഗികമായിട്ടുള്ള ഒരു അഭിവിഷണത്തിന് അവസരം ഉണ്ടാകാറുള്ളൂ. എൻ്റെ മേഖല മറ്റൊന്നായതിനാൽ ഞാൻ സുധാകരൻ വിളിച്ചപ്പോൾ തന്നെ സൂചിപ്പിക്കാൻ വിചാരിച്ചു. ഈ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒട്ടേറെ പ്രതിഭകൾ പങ്കെടുക്കുന്ന ഒരു വേദിയാണെന്ന് എനിക്കറിയാം. അവിടെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക എന്ന് മാത്രമാണ് ഞങ്ങളെപ്പോലെ എഴുതുന്ന ആൾക്ക് ചെയ്യാവുന്നത്. അതെങ്കിലും എഴുത്തുകാരന്, സാഹിത്യകാരന്, കവിക്ക് ഈ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പ്രസംഗവേദികളുണ്ട്, ക്ലാസ്സുകളുണ്ട്, ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, ഈ കമ്പ്യൂട്ടറും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഗ്രന്ഥരൂപത്തിൽ, ലേഖന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നമ്മുടെ എഴുത്തുകാർ ധാരാളം മുമ്പ് വന്നിട്ടുണ്ട്. 80കളിൽ എനിക്കറിയാം. 80കളിൽ നിങ്ങൾക്ക് അറിയുമോ എനിക്കറിയില്ല, വനപർവം എന്ന ഒരു പുസ്തകമുണ്ട്. പ്രചോദനമാണ് വനപർവം. നമ്മുടെ വിഷ്ണുനാരായണൻ നമ്പൂരിയും സൂര്യകുമാരിയും എൻ ഡി കൃഷ്ണവാര്യരും എല്ലാം ചേർന്നുകൊണ്ട് പുസ്തകത്തിൻ്റെ പുസ്തകമാണ്. അത് എൻ്റെ ലൈബ്രറിയിൽ ഉണ്ട്. അത് തന്നെ എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. വനപർവം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. വനപർവം നല്ല ഔദ്യത്യപൂർവ്വമുള്ള ഇതായിരിക്കും. നമ്മൾ സൈലന്റ് വാലിയും ഇന്ദിരാഗാന്ധിയുടെ ആ ശ്രമങ്ങളും സൈലന്റ് വാലി വരുന്നതുമെല്ലാം അതെല്ലാം ചേർത്തുകൊണ്ട് അന്ന് ആ കാലത്ത് സൂര്യകുമാരി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രായത്തെ അവഗണിച്ചുകൊണ്ട്, അസുഖത്തെ അവഗണിച്ചുകൊണ്ട് സൈലന്റ് വാലി ചെയ്യുന്നതിനെ മനസ്സിലാക്കുന്നത്. സൂര്യകുമാരി അവിടെ നിന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, കൂടുതൽ വായിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് കവിതകൾ വന്നിട്ടുണ്ട്. അന്നൊക്കെ അവരെ മരക്കവി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിരുന്നു ആൾക്കാർ. മരക്കവി എന്ന് സൂര്യകുമാരിയെ പോലെ പ്രശസ്തയായിട്ടുള്ള വളരെ അനുഷ്ഠാനപരമായി എഴുതുന്ന ഒരു കവയത്രിയെ മരക്കവികൾ എന്ന് പറഞ്ഞ് പരിഹരിക്കാൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എപ്പോഴും അങ്ങനെയാണല്ലോ. എന്ത് കാര്യത്തിന് മുന്നോട്ട് വന്നാലും അതിന് 2 അഭിപ്രായം ഉണ്ടാവുന്നത് നല്ലതാണ്. കാര്യം തന്നെ എല്ലാം നമുക്ക് സ്വാഗതം ചെയ്യാം, നമുക്ക് നല്ലത് വെക്കാം, ചെയ്ത് തള്ളിക്കളിയും ചെയ്യാം. ഈ ഗാഡ്ഗിലിൻ്റെ ആത്മകഥ ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. മാധവ് ഗാഡ്ഗിലിൻ്റെ ഇന്ത്യ ഒരു മരങ്ങളുടെ സമുദ്രമാണ്. അവരുടെ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഇതാണ്, പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നതാണ്. അത് ഇംഗ്ലീഷിൽ ഒന്നാണ്. എനിക്ക് ആദ്യമായിട്ടാണ് മലയാളത്തിൽ, മറ്റു ഭാഷകളൊന്നും വന്നിട്ടില്ല. ആ ആഴ്ചയാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. അത് ഇനി ഈ ഇവിടുന്ന് കിട്ടുന്ന ഊർജം വെച്ചുകൊണ്ട് എനിക്കത് ഒരു പുതിയ കാഴ്ചപ്പാടിൽ വായിക്കാൻ സൂര്യങ്കൻ്റെ കാര്യങ്ങളും സാരിമാലിൻ്റെ കാര്യങ്ങളും ഈ മാധവ് ഗാഡ്ഗിലിൻ്റെ ആത്മകഥയും എല്ലാം ഒരുപാട് എം കെ പ്രസാദ്
അങ്ങനെയുള്ള ഒരുപാട് നിരവധി ആളുകൾ ഇതിൽ ആദ്യമായിട്ട് ഏറ്റവും അധികം ഓർക്കാനുള്ള ഒരാളാണ് എൻ്റെ സുഹൃത്തായിരുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള ഇന്ദിനൂർ ഗോവിമാഷ്. അദ്ദേഹം ഭാരതപ്പുഴ സംരക്ഷണ സമിതിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ച ആളാണ്. എന്നെയും ഒരിക്കൽ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ അദ്ദേഹം ക്ഷണിച്ചു. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഓർമ്മ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ എൻ്റെ കൃഷ്ണവാര്, സുഗതകുമാരി, ഇന്ദിനു ഗോപി, ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഈ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതൊരു ബോധവൽക്കരണം ഉണ്ടായിട്ടുണ്ട്. എത്ര ബോധവൽക്കരണം ഉണ്ടായാലും ശരി, പിന്നെയും നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്ത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കടുത്ത ശിക്ഷ നമ്മൾ അനുഭവിക്കുകയും ചെയ്യും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ബാലാനാരായണനായ 60കളിൽ പാടിക്കേണ്ട കാര്യം ഇന്നും പ്രസക്തമാണ്. ഈ 2022 പ്രസക്തമാണ്, ഇന്നും പ്രസക്തമാവുകയും ചെയ്യും. ഈ നമ്മളെ ചുറ്റുപാടുകളെ, പ്രകൃതിയെ നമ്മളിപ്പോൾ പ്രകൃതി സംരക്ഷണ ദിനമൊക്കെ ആഘോഷിക്കാറുണ്ട്. കുട്ടികൾ സ്കൂളിലൊക്കെ എക്കോളജി ക്ലാസ്സുകളൊക്കെ നടത്താറുണ്ട്. അതൊക്കെ ശരി തന്നെ. അവർ ശാസ്ത്ര പഠനത്തിൻ്റെ ഭാഗമായിട്ട് എക്കോളജിയെ കുറിച്ചിട്ടായി മാറിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും ഈ ദിനത്തിൻ്റെ പ്രാധാന്യം മാത്രം മനസ്സിലാക്കാൻ കുട്ടികളും യുവാക്കളും മുന്നോട്ട് വരണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. എൻ്റെ മുമ്പിൽ ഈ കാര്യത്തെ സംസാരിക്കാൻ വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള മാന്യ സുഹൃത്തുക്കളുണ്ട്. അവർക്ക് വേദി ഒഴിഞ്ഞ് കൊടുത്തുകൊണ്ട് എന്നെ പരിപാടി ക്ഷണിച്ചതിനും നന്ദിയെന്നും പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനമായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം.